ഇന്ദൽ ഹാമിലി എന്നുള്ള കൈതാണ്ട് കളഞ്ഞാല് എന്താവും? സഹിയായ ഖിയാസ് മാത്രം മഹദൂദാവും. അഥവാ ഈ താരീഫ് ഈ സഹിയായ ഖിയാസിന് മാത്രമുള്ള താരീഫായി മാറും. അതിൽ ഫാസിദായ ഖിയാസ് പെടൂല എന്ന്. ഇന്ദൽ ഹാമിലി വഹുവൽ മുജ്തഹിദു. ആരാണ് ഹംല് ചെയ്യുന്ന ആളാരാണ്? മുജ്തഹിദ്. അപ്പൊ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ നേരെ മനസ്സിലാകുക മുത്തലഖ് മുജ്തഹിദ് എന്നാണ്. മുത്തലഖ് മുജ്തഹിദ് എന്ന് പറഞ്ഞപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ. പിന്നെ മദ്ഹബിന് മുജ്തഹിദീങ്ങൾ ഉണ്ടാവും. ഓല് മുത്തലഖ് ഇജ്തിഹാദിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഓൽക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമാമിന്റെ ഉസൂല ഖവായിദ് അനുസരിച്ച് ഓലും ഇസ്തിംബാത്താക്കും. ഓല് ഇസ്തിംബാത്താക്കി കണ്ടുപിടിക്കുന്ന അഭിപ്രായങ്ങൾക്കാണ് വജ്ഹ് എന്ന് പറയുന്നത്. അപ്പൊ അസ്ഹാബുൽ വുജൂഹും ഖിയാസാക്കൂലേ? അപ്പോ അതിന് എന്താണ് മറുപടി? മുജ്തഹിദ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം മുജ്തഹിദ് മുത്തലഖ് മുജ്തഹിദും പിന്നെ മദ്ഹബിലെ മുജ്തഹിദും ഉൾപ്പെടുന്നതാണ്. വാഫഖ ഫീ നഫ്സിൽ അംരി അംലാ. വാഫഖ ഖിയാസ് യഥാർത്ഥത്തിലുള്ളതിനോട് യോജിച്ചാലും ശരി, യഥാർത്ഥത്തിനോട് യോജിച്ചാലും ശരി, യോജിച്ചില്ലെങ്കിലും ശരി, മുജ്തഹിദിന്റെ അടുക്കലെ ഇല്ലത്തുൽ ഹുക്മിൽ രണ്ടുകൂടി സമായിക്കണേ. യഥാർത്ഥത്തിൽ സമായിക്കണമെങ്കിലും ഇല്ലെങ്കിലും. അതെങ്ങനെയാണ്? പിന്നെ നഫ്സുൽ അംറിൽ മുവാഫിഖാകാതൊക്കെ എങ്ങനെ? ബിഅൻ വഹറ ഖലതുഹു. ബിഅൻ വഹറ ഖലതുഹു, അത് പേവാണ് എന്ന് മനസ്സിലാകൽ കൊണ്ട് ഉണ്ടോ? അതാണ്. അപ്പൊ പേവാണ് എന്ന് മനസ്സിലായതും എന്ത് ചെയ്തു? പെട്ടു. പിന്നെ ഇതിൽ പെട്ടു. ഫതനാവലൽ ഹദ്ദു അൽ ഖിയാസൽ ഫാസിദ കസ്സഹീഹ്. അപ്പൊ ഈ തഅരീഫ് ഇൻദൽ ഹാമിലി എന്നുള്ള കൈതുള്ളത് കൊണ്ട് ഫാസിദായ ഖിയാസിനെ ഉൾപ്പെടുത്തി സഹീഹിനെ ഉൾപ്പെടുത്തും പോലെ തന്നെ വയൻ ഖുസ്സ ബിസ്സഹീഹ് വയൻ ഖുസ്സ ഐ വയൻ ഖുസ്സൽ മഹ്ദൂദു ബിസ്സഹീഹി. സഹീഹ് കൊണ്ട് പ്രത്യേകമാക്കിയാല് എന്ന് പറഞ്ഞാൽ സഹീഹിന്റെ മേലില് മഹദൂദിനെ ചുരുക്കിയാല് ഹസ്സ, ഹസ്സസ, ഇഖ്തസ്സ ഇതിന്റെ ഒക്കെ ശേഷം ബാഗ് ഉണ്ടാവും. ആ ബാഗ് ചിലപ്പം മഖ്സൂർ കിടക്കും, ചിലപ്പോൾ മഖ്സൂർ അലൈഹി കിടക്കും. അഹുസ്സുക ബിൽ ഇബാദത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്തിനെ നിന്റെ മേലിൽ ഞാൻ ചുരുക്കുന്നു എന്നാണ്. എന്നല്ല അത് അന്യ ഇബാദത്തിന്റെ മേലിൽ ചുരുക്കുന്നു എന്നല്ല. ഹസസ്സു സെയ്ദൻ ബിദ്ദിക്രി എന്ന് പറഞ്ഞാൽ പറച്ചിലിനെ ഞാൻ സെയ്ദിന്റെ മേലിൽ ചുരുക്കി. നേരെ മറിച്ച് പറഞ്ഞാലോ ഹസസ്തു ദിക്റ ബി സെയ്ദിൻ. അപ്പൊ അതിന്റെ അർത്ഥം പറച്ചില് ഞാൻ സെയ്ദിന്റെ മേലിൽ ചുരുക്കി. അപ്പൊ അവിടെ ഭാവം ചെയ്യും? മഖ്സൂർ കടന്നതാവും. ഒന്നുകിൽ മഖ്സൂർ കടക്കുന്നതാവും, അല്ലെങ്കിൽ മഖ്സൂർ അലൈഹി കടന്നതാവും. അപ്പോ ഷാരിഹ് ബി ഐ ഖുസിറ അലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് ഷാരിഹ് ഉദ്ദേശിച്ചത് ഇവിടുത്തെ ബാഗ് മഖ്സൂർ അലൈഹി കടന്നതാണ്. فإن خص المحدود بصحيح أي قصر عليه حذف من الحد الأخير. حذف من الحد أي حذف من هذا الحد. الحد എന്ന് പറഞ്ഞാൽ അലിഫ്ലാമിന്റെ അഹദിന്റെ അലിഫ്ലാമ. അഹദ് ദിക്റിന്റെ അഹദാണ്. അപ്പോ മിനൽ ഹദ്ദി എന്ന് പറഞ്ഞാൽ മിനൽ ഹദ്ദിൽ മദ്കൂർ, നമ്മൾ ഈ പറഞ്ഞ താരീഫിൽ നിന്ന് കളയപ്പെടും. അലഖീറു അവസാനത്തെ കൈത് കളയപ്പെടും. അപ്പൊ ഈ അവസാനത്തെ കൈത് കളയപ്പെട്ടാൽ ഇത് ഏതിനുള്ള താരീഫാവും? സഹിയായ ഖിയാസിന് മാത്രമുള്ളതായിരിക്കുന്ന പിന്നെ ഖിയാസാകും. സഹീഹ് എന്ന് പറഞ്ഞാല് സിഹത്ത് വെളിവായത്, പിന്നെ അതുപോലെ ഫസാദ് വെളിവാകാത്തതും. അത് രണ്ടും സഹീന്റെ ഒപ്പം തന്നെയാണല്ലോ. കാരണം ഫസാദ് വെളിവാകുന്നവരെ കൊണ്ട് അമൽ ചെയ്യുവാനും ആ മുജ്തഹിദിനും അവന്റെ മുഖല്ലിദിനുമൊക്കെ നിർബന്ധമല്ലേ. അപ്പൊ വഹുവ ഇൻദൽ ഹാമിലി, അവസാനത്തെ കൈദ് ഏതാണ്? ഇൻദൽ ഹാമിലി എന്നുള്ള കൈദാണ്. ഫലാ യതനാവലു ഹീനഇദിൻ ഇല്ല സഹീഹ്. അപ്പോൾ
അങ്ങനെ ഏത് അവസാനത്തെ കൈത് കളയപ്പെട്ടാൽ തഅരീഫ് ആ സന്ദർഭത്തിലെ ഹീനയിദിൻ ഐ ഹീന ഇദ് യുഹ്ദഫു അൽ ഖൈദുൽ അഖീറു ഉൾപ്പെടുത്തൂല. ഇല്ല സഹീഹ, സഹീഹിനല്ലാതെ ഉൾപ്പെടുത്തൂല. ലിൻസിറാഫിൽ മുസാവാത്തിൽ മുത്ലഖത്തി ഇലാ മാ ഫീ നഫ്സിൽ അംർ. കാരണം ഇത്ലാ ഇൻദൽ ഹാമിലി എന്ന് പറയാതെ എന്താണ് ലി മുസാവാത്തിഹി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ മനസ്സിലാകുക? യഥാർത്ഥത്തിൽ അത് രണ്ടും ഇല്ലത്തുൽ ഹുക്മിൽ കൂറായതിന് വേണ്ടി തിരിയ. والفاسد قبل ظهور فساده معمول به كالصحيح. والفاسد فاسد കബുല ളുഹൂരി ഫസാദിഹി, ഫസാദ് ളാഹിറാകുന്നതിന്റെ മുമ്പ് മഅമൂലും ബിഹി, അത് മഅമൂലും ബിഹി ആണ്, അതുകൊണ്ട് അമൽ ചെയ്യേണ്ടതാണ്, സഹീഹ് കൊണ്ട് അമൽ ചെയ്യുന്ന മാതിരി. അപ്പോ ഫസാദ് വെളിവാകാത്ത ഫാസിദ് ഇതിന്റെ ഹുക്കുമിലാണ്, സഹീഹിന്റെ ഹുക്കുമിലാണ്. അപ്പൊ ഇന്ദൽ ഹാമിലി എന്നുള്ള കൈത് കളഞ്ഞാലും ഫസാദ് വെളിവാകാത്ത ഫാസിദ് താരീഫിൽ പെടും. കാരണം അത് ഹുക്മൻ സഹീഹാണ്, സഹീഹിന്റെ ഹുക്കുമാണ്. സഹീഹ് കൊണ്ട് അമൽ ചെയ്യൽ നിർബന്ധമായ മാതിരി അതുകൊണ്ടും അമൽ ചെയ്യൽ നിർബന്ധമാണ്. വഹുവ അയൽ ഖിയാസ് ഹുജ്ജത്തുൻ ഫിൽ ഉമൂരി ദുന്യവിയ്യ. ഖിയാസ് ഹുജ്ജത്താണോ ഹുജ്ജത്തല്ലേ? ഖിയാസ് കൊണ്ട് നമുക്ക് ലക്ഷ്യം പിടിക്കാൻ പറ്റൂലേ? അപ്പൊ പലയാതി ഖിയാസ് ഉണ്ടാവും. ശറഈയായ ഹുക്മ് സുബൂത്താക്കാൻ വേണ്ടിയുള്ള ഖിയാസ് ഉണ്ടാവും. പിന്നെ തിബ്ബിയായ കാര്യങ്ങൾ സുബൂത്താക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ഖിയാസ് ഉണ്ടാവും. പിന്നെ നഹ്വിയായ ഖാഇദ സുബൂത്താക്കാൻ വേണ്ടിയുള്ള ഖിയാസ് ഉണ്ടാവും. ഒക്കെ ഖിയാസ് തന്നെയാണ്. ഇപ്പൊ ഒരാള് പറഞ്ഞു ഫാഇല് ഏതുപോലെയാണ്? മുബ്തദ പോലെയാണ്, മർഫു ആണ് എന്നുള്ള വിഷയത്തില്. കാരണം മുബ്തദ മർഫു ആയതിന് എന്തിനു വേണ്ടിയാണ്? അത് പിന്നെ ഉംദയായതിനു വേണ്ടിയാണ്, അഥവാ കലാമിന്റെ പ്രധാന ഘടകമായതിനു വേണ്ടിയാണ്. അത് കളഞ്ഞാൽ കലാമ് പൂർത്തിയാവൂല എന്ന കാരണം കൊണ്ടാണ് അത് മർഫു ആയത്. അപ്പൊ എന്നതുപോലെ ഫായിലും മർഫു ആണ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഖിയാസാ. പക്ഷെ ആ ഖിയാസ് കൊണ്ട് സുബൂത്താകുന്ന ഒരു ശറഈയായ ഹുക്കുമല്ല, ഒരു നഹ്വിയായ ഹുക്കുമാ. ഫായില് മർഫു ആണ് എന്നുള്ള ഹുക്കും. അതുപോലെ ഒരാള് പറയാണ് ഏത് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന്, അത് മരുന്നാ. എന്താ മരുന്നാകാനുള്ള കാരണം? ഈ രോഗം തണുപ്പ് ഓവറായതുകൊണ്ട് വന്നതായിരിക്കുന്ന ഒരു രോഗമാണ്. അപ്പോ ഈ മരുന്ന് അതിൽ അതിന്റെ പ്രകൃതി ചൂടാണ്, അപ്പൊ അത് ഈ രോഗത്തിനുള്ള മരുന്നാണ് എന്നതുപോലെ ഈ വേറെ സാധനം ഉണ്ട്, അതും ഇതിനുള്ള മരുന്ന് തന്നെയാണ്. കാരണം അതും എന്താണ്, ചൂട് പ്രകൃതി ഉള്ളതായിരിക്കുന്ന വസ്തുവാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് എന്താണ് സ്ഥിരപ്പെടുന്നത്? ഈ ഖിയാസ് കൊണ്ട് ഇപ്പൊ എന്താ സ്ഥിരപ്പെടുന്നത്? ഒരു വൈദ്യശാസ്ത്രമായ ശാസ്ത്രപരമായ ഒരു ഹുക്കുമ, അഥവാ അത് ഈ മരുന്ന് ഈ രോഗത്തിന് ഫലം ചെയ്യുന്ന മരുന്നാണ് ഈ രണ്ടാമത്തെ മരുന്ന്. അപ്പൊ അതും ഖിയാസ് തന്നെയാണ്. അപ്പോ ഹുജ്ജത്തുൻ ഖിയാസ് ഹുജ്ജത്താണ് ഫിൽ ഉമൂരി ദുന്യവിയത്തി. ദുന്യവിയായ കാര്യങ്ങളിൽ ഈ ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റും. ആ ദുന്യവിയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതുപോലെ? കൽ അദ്വിയത്തി, മരുന്നുകളെ പോലെ. മരുന്നിലെ ഖിയാസ് എങ്ങനെ നടക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പോ അങ്ങനെയുള്ള ദുന്യവിയായ കാര്യങ്ങളിൽ എന്താണ്? ഖിയാസ് ഹുജ്ജത്താണ്. ഖാലൽ ഇമാമു ഇത്തിഫാഖ, ഇമാമുർ റാസി പറഞ്ഞു ഇത്തിഫാഖൻ, ഇതിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും സമ്മതിച്ചതാണ്. ദുന്യവിയായ കാര്യത്തില് ഖിയാസ് ഹുജ്ജത്താണ് എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചതാണ്, അതിൽ തർക്കമില്ല. ആരും ദുന്യവിയായ കാര്യത്തിൽ ഖിയാസ് ഹുജ്ജത്ത അല്ല എന്ന് പറയണില്ല എന്ന് ഇമാമുർ റാസി അതാ പറയുന്നത്. ഞാനത് പറയാൻ ഒരുക്കല്ല. അപ്പോ അസ്നദഹു ഇലൈഹി ലിയബ്റഅ മിൻ ഉഹ്ദതിഹി,
മുസന്നിഫ് അതിനെ ഈ ഇമാമുർ റാസിയിലേക്ക് ചേർത്തി പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ ബാധ്യതയിൽ നിന്ന് മുസന്നിഫ് ഒഴിവാകാൻ വേണ്ടിയാണ്. അത് അത് മുസന്നിഫിന് അത് സുബൂത്താക്കാനൊന്നും ആവൂല. കാരണം ദീനിയായ വിഷയത്തില് ഖിയാസ് ഹുജ്ജത്തല്ല എന്ന് പറയുന്നതായിരിക്കുന്ന ന്യായം അതപ്പടി ദുന്യവിയായ വിഷയത്തിലുള്ള ഖിയാസിലും നടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ദുന്യവിയായ വിഷയത്തിൽ ഖിയാസ് ഹുജ്ജത്താണ് എന്ന് ഒരു സമ്മതിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാക്ക് അത് മുസന്നിഫ് എന്ത് ചെയ്തു? ഇമാമുർ റാസിയിലേക്ക് ചേർത്ത് പറഞ്ഞു. മുസന്നിഫ് എന്ത് പറഞ്ഞില്ല? ഹുജ്ജത്തുൻ ഇത്തിഫാഖ് വൽ ഖിയാസു ഹുജ്ജത്തുൻ ഫിൽ ഉമൂരി ദീനിയ്യതി ഇത്തിഫാഖൻ എന്ന് പറഞ്ഞില്ല. മറിച്ച് മുസന്നിഫ് പറഞ്ഞത് വൽ വഹുവ ഹുജ്ജത്തുൻ ഫിൽ ഉമൂരി ദീനിയ്യതി ഖാലൽ ഇമാമു ഇത്തിഫാഖാ. ഇമാമുർ റാസിയാ പറയുന്നത് ആ ഇത്തിഫാഖാണ് എന്ന്. എനിക്കതൊന്നും സുബൂത്താക്കാനാവൂല. പിന്നെ അപ്പൊ മുസന്നിഫ് എന്റെ ചായുവിയയിലേക്കാണ് ഈ തർക്കം ദുന്യവിയായ വിഷയത്തിലുള്ള ഖിയാസിലും നടക്കും എന്നതിലേക്കാ. ഏതായാലും ഖിയാസ് ഹുജ്ജത്താണ്, ദീനിയായ വിഷയത്തിൽ ഖിയാസ് ഹുജ്ജത്താണ് എന്നുള്ളതാണ് സത്യം. അതിന്റെ എതിരിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ വളരെ ദഈഫായ അഭിപ്രായങ്ങളാണ്. കാരണം ഖുർആനിൽ ഖിയാസാക്കാനുള്ളതായിരിക്കുന്ന കൽപ്പന ഉണ്ട്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാസാക്കിയിട്ടുണ്ട്. സഹാബത്ത് പലരും ഖിയാസാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവര് അവർ ഖിയാസാക്കുന്നവരെ ഖിയാസ് കേട്ടിട്ട് അവർ മൗനം ദീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയത്തിൽ മൗനം ദീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് മൗനം സമ്മതം തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജുസിയായ മസലല്ലത്. ഖിയാസ് ആ മൗനം ദീക്ഷിച്ചവരുടെ അഭിപ്രായം ദീനിൽ ഖിയാസ് തെളിവല്ല എന്നായിരുന്നുവെങ്കിൽ അവര് മൗനം ദീക്ഷിക്കൂല. കാരണം ഇതൊരു കുല്ലിയായ ഒരു ദലീലാണ്. ഇനി ഖിയാമനാൾ വരെ എല്ലാവരും ഖിയാസാക്കും. അപ്പൊ അത്തരം വിഷയത്തില് അത്തരം പരമപ്രധാനമായ മർമ്മപ്രധാനമായ വിഷയത്തില് മുണ്ടാതൊക്കെ എന്ന് പറഞ്ഞാൽ സുക്കൂത്ത് തന്നെയാണ്. അപ്പൊ അതനുസരിച്ച് സുക്കൂത്തിയായ ഇജ്മാഅ, ഖത്ഈയായ സുക്കൂത്തിയായ ഇജ്മാഅ കൊണ്ടും സഹാബത്തിന്റെ ഖത്ഈയായ സുക്കൂത്തിയായ ഇജ്മാഅ സാധാരണ ദന്നിനെ വായുതപ്പിക്കുള്ളൂ. ഇവിടെ ഖത്ഈനെ തന്നെ വായുതപ്പിക്കും. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ, ചിന്തള്ളോലെ എത്തിബാർ ചെയ്തോളി. എത്തിബാർ ചെയ്തോളി പറഞ്ഞാൽ പാഠം ഉൾക്കൊണ്ടോളി. പാഠം ഉൾക്കൊള്ളൽ ഒരു ഖിയാസല്ലേ. പാഠം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോഹ് നബിന്റെ കൗമ് ഇന്നത് ചെയ്തത് കൊണ്ട് അവർക്ക് ഇന്ന അദാബ് ഇറങ്ങി. അപ്പോ ഇറങ്ങാനുള്ള കാരണം, അദാബ് ഇറങ്ങാനുള്ള കാരണം അവരുടെ ജീവിത ശൈലിയാണ്. അപ്പൊ ആ ജീവിത ശൈലി നമ്മൾ കൈക്കൊണ്ടാൽ നമ്മൾക്കും അദാബ് ഇറങ്ങും എന്ന് നമ്മളെ ഓലോട് ഖിയാസാക്കലാണല്ലോ അപ്പൊ അതിന്റെ അർത്ഥം. ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒരു പെണ്ണ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ അമ്മ മരിച്ചുപോയി, അവർക്ക് ഹജ്ജ് ചെയ്യാൻ നേർച്ചുണ്ട്, ഇനി ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ ചെയ്താൽ മതിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ അമ്മ ഒരാൾക്ക് കടം കൊടുക്കാണ്ടെങ്കിൽ വീട്ടിയാൽ മതിയാവുമോ? മതിയാവും. എന്നാല് അള്ളാഹുവിന്റെ കടം ഏതായാലും വീട്ടിയാൽ മതിയാവും എന്ന്. അപ്പൊ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാസാക്കുക ചെയ്തത്. എന്തിനെ ഖിയാസാക്കി? അള്ളാഹുവിന്റെ ദൈനുള്ളാനെ ഖിയാസാക്കി. ദൈനോട് ഖിയാസാക്കി, ദൈനുല്ലാദമീനോട് ഖിയാസാക്കി. പിന്നെ ഏത് വിഷയത്തില്? മറ്റൊരാൾ വീട്ടിയാലും മതിയാവും എന്നുള്ള വിഷയത്തില്. ഇല്ലത്തുൽ ഹുക്കം ഏതാണ്? രണ്ടും കടമാവുക. ദൈനുള്ളാണെങ്കിലും ദൈനുല്ലാദമീനാണെങ്കിലും ദൈനാണ്. അതാണ് ഇല്ലത്ത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഖിയാസാക്കി. പല സഹാബത്തും പല സന്ദർഭങ്ങളിലും ഖിയാസാക്കി. അപ്പൊ അതുകൊണ്ട് ഖിയാസ് എന്താണ്? ഹുജ്ജത്താണ്. അപ്പോ ഖിയാസ് ഹുജ്ജത്തുൻ വഅമ്മാ ഗൈറുഹാ കശ്ശറഇയ്യതി ഫമനഅഹു ഖൗമുൻ ഫീഹി അഖ്ലാ ഖാലൂ ലിഅന്നഹു തരീഖുൻ ലാ യുമനു ഫീഹി ഖത
والعقل مانع من سلوك ذلك قلنا بمعنى أنه مرجح لتركه لا بمعنى أنه محيل له وكيف يحيله إذا ظن الصواب فيه. نعم. ചിലവര് പറഞ്ഞ് ശർഈയായ വിഷയത്തിൽ ഖിയാസ് ഹുജ്ജത്തല്ല. ഹുജ്ജത്തല്ല ഓര് പറഞ്ഞ് അഖിലൻ ഹുജ്ജത്തല്ല. അതായത് ശർഈയായ ദലീലൊന്നും വേണ്ട, നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഖിയാസ് അള്ളാഹു ഒരു ആക്കാൻ പറ്റൂല. അള്ളാഹു ഖിയാസിനെ ഒരു ശർഈയായ ദലീലാക്കാൻ പറ്റൂല എന്നുള്ളത് നമ്മളെ അഖിലെന്ത് ചെയ്യും, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം പിന്നെ എന്താണ് ഈ ഖിയാസ് എന്ന് പറഞ്ഞാൽ പേക്കാൻ സാധ്യത ഉള്ളതായിരിക്കുന്ന ഒരു വഴിയാണ്. പേക്കാൻ സാധ്യത ഉണ്ട്. അസുല് മഖീസലേക്ക് ഹുക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിയത് പേവാകാൻ സാധ്യത ഉണ്ട്. അതിന്റെ ഇല്ലത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് പേക്കാൻ സാധ്യത ഉണ്ട്. ആ ഇല്ലത്ത് മഖീസിലുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത് പേക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ പേക്കാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു മാർഗമാണ്. പേക്കാൻ സാധ്യതയുള്ളതായിരിക്കുന്ന മാർഗത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് അഖില് തേടും. അതുകൊണ്ട് അഖിലെന്നെ തേടും എന്ത്, ഖിയാസ് ഒരു ദീനിയായ ദലീലാകാൻ പാടില്ല എന്ന് അഖില് തേടും എന്ന് ഓല് പറഞ്ഞു. وعقلا قالوا لأنه طريق لا يؤمن فيه الخطأ والعقل مانع من سلوك ذلك. عقل مانع من سلوك ذلك أي من سلوك الطريق الذي لا يؤمن فيه الخطأ. قلنا بمعنى أنه مرجح لتركه. അതിന് ജവാബ് എന്താ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പേക്കാൻ സാധ്യതയുള്ളതായിരിക്കുന്ന വഴിയിൽ പ്രവേശിക്കലിനെ അഖില് തടയും എന്ന് പറഞ്ഞാല് അഖില് നിരോധിക്കും എന്നാണോ? അഖില് നിരോധിക്കും എന്നാണോ? അതോ അഖില് അതിൽ കടക്കാതെക്കലാണ് നല്ലത് എന്ന് എന്നറിയിക്കുമെന്നോ? നിരോധിക്കുമെന്നാണെങ്കിൽ നമ്മൾ സമ്മതിക്കൂല. പേക്കാൻ വകയുള്ളതായിരിക്കുന്ന ഒരു വഴിയിൽ നമ്മൾ ഹിസ്റ്ററി തന്നെ ആലോചിച്ച് വെക്കുക. പേക്കാൻ വഴി എന്നുള്ള ഒരു വഴി, ആ വഴിയിൽ പ്രവേശിക്കരുത് എന്ന് ഖണ്ഡിതമായിട്ട് നമ്മളെ ബുദ്ധി നമ്മളോട് തടിയില്ലല്ലോ. അത് പ്രവേശിക്കാതെക്കലാണ് നല്ലത്. പ്രവേശിച്ചാൽ ചിലപ്പോ പേച്ചെങ്കിലോ. അപ്പോ അഖില് അതിനെ തടയും എന്ന് നമ്മൾ സമ്മതിക്കൂല. അഖില് എന്തേ ഉള്ളൂ, അതിന്റെ തെറുക്കിനെ റാജിഹാക്കുന്നേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തത്, അഖില് തെറുക്കിനെ റാജിഹാക്കല് തന്നെ എപ്പോഴാണ്? അതില് അതിന്റെ ശരിയാകാനുള്ള സാധ്യത കൂടാതിരിക്കുമ്പോഴാണ്. സാധ്യത പേക്കാൻ കുറഞ്ഞ ഒരു 40% പേക്കാൻ സാധ്യത ഉള്ളൂ. 60 ശരിയാകാനാണ് സാധ്യത എങ്കിൽ അതിൽ പ്രവേശിക്കാതെക്കലാണ് നല്ലത് എന്ന് പോലും അഖില് പറയില്ല. ഖിയാസിന്റെ അവസ്ഥ ഏതാണ്? കാരണം അസുലിന്റെ ഹുക്കുമുണ്ടോ എന്നുള്ളത് ദലീൽ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അസുലിന്റെ പറഞ്ഞ ഹുക്കുമുണ്ടോ എന്നുള്ളത് ഹിസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അത് മറ്റോടത്തുണ്ടോ എന്നുള്ളതും അതും മസാലിക്കുല്ലില്ലത്തോണ്ട് ഇല്ലത്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മഖീസിലുണ്ടോ എന്നുള്ളത് അതും ഏതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും? ഹിസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അതില് പേക്കാനുള്ളതായിരിക്കുന്ന സാധ്യത ഉണ്ടെങ്കിലും ശരിയാകാനുള്ള സാധ്യതയാണ് കൂടുതല്. അതുകൊണ്ട് അങ്ങനത്തെ വിഷയത്തില് അഖില് അതിൽ പ്രവേശിക്കാതെക്കല്ല റാജിഹാക്കും എന്ന് പോലും നമ്മൾ സമ്മതിക്കൂല. ومنعه ابن حزم شرعا. ഇബ്നു ഹസ്ം എന്ത് ചെയ്തു? പറഞ്ഞു ഖിയാസ് ഹുജ്ജത്താകാൻ പറ്റൂല. എന്താണ്? അഖില് അങ്ങനെ തേടിയിട്ടൊന്നുമല്ല. പക്ഷെ ഷറഇന്റെ ഭാഗത്ത് കൂടെ നമുക്ക് മനസ്സിലായി ഖിയാസ് ഹുജ്ജത്താകാൻ പറ്റൂല. കാരണം നമുക്ക് ഇവിടെ നമുക്ക് ഹുക്കം അറിയേണ്ട എല്ലാ വിഷയവും ഖുർആനിലും സുന്നത്തിലും ഉണ്ട്. നല്ലോ ആലോചിച്ചാൽ മതി. നല്ല കൂലങ്കഷമായ അറിവ് ഖുർആനിലും സുന്നത്തിലും ഉണ്ടായാൽ
ഖിയാസാക്കൽ കൂടാതെ തന്നെ നെസ്സും തന്നെ അതിന്റെ മഫ്ഹൂമായിട്ടും മന്തൂക്കായിട്ടും മർച്ചതായിട്ടും ഇഷാറാത്തായിട്ടും ഇമാ ആയിട്ടും ഒക്കെ ഹുക്മ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ആവശ്യമില്ലാത്തത് പിന്നെ അബസല്ലേ. അപ്പോ അത് പിന്നെ ഹുജ്ജത്തല്ല എന്ന് ഏതറിയിക്കും? ശറഅ് അറിയിക്കും. അത് അതിനെ മൻഅയ്യല് വളരെ ലാഹിറാണ്. കാരണം പിന്നെ ശറഇന്റെ നുസൂസ് പരിമിതമാണ്. വഖായ സംഭവിക്കുന്നതായിരിക്കുന്ന സംഭവവികാസങ്ങൾ, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാൻ പോകുന്ന സംഭവവികാസങ്ങൾ അത് ഈ കയ്യും കണക്കുമില്ലാത്തതാണ്. അപ്പോ അതൊക്കെ അതിന്റെ ഹുക്കുമൊക്കെ ഖുർആനിലും സുന്നത്തിലും പറഞ്ഞിട്ടുണ്ട്. ഖിയാസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാല് അത് പമ്പര വിട്ടിത്ത. ومنعه ابن حزم شرعا قال لأن النصوص تستوعب جميع الحوادث. അപ്പോ ശറഈയായ നസ്സുകൾ തന്നെ എല്ലാ സംഭവങ്ങളുടെയും ഹുക്കുമിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ബിൽ അസ്മാഇൽ ലുഗവിയ്യത്തി, ലോവിയായ അൽഫാദിന്റെ സഹായത്തോടുകൂടെ, മിൻ ഗൈരി ഇഹ്തിയാജിൻ ഇലാ ഇസ്തിൻബാത്തിൻ വഖിയാസ്. അതിനുള്ള ജവാബ് ഖുൽനാ ലാ നുസല്ലിമു ദാലിക്, അത് നമ്മള് സമ്മതിക്കൂല, അത് ബദാഹത്തിനെതിരാണ്. ദാവൂദുൽ ഇസ്ഫഹാനി അവരെന്ത് ചെയ്തു? ജലിയായ ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റും, ജലിയല്ലാത്ത ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റൂല. ജലീ എന്ന് പറഞ്ഞാല് ഖിയാസുൽ ഔലിയും പെട്ടു, ഖിയാസുൽ മുസാവിയും പെട്ടു. ഖിയാസുൽ ഔല എന്ന് പറഞ്ഞാൽ എന്താണ്? മഖീസ് അലൈഹിനേക്കാൾ ഹുക്മ കൊണ്ട് ബന്ധപ്പെട്ടതായി. ഇപ്പൊ ഉദാഹരണം എന്താണ്? ഈ മാതാപിതാക്കളെ അവിടെ ഛേ എന്ന് പറയല്, ഉഫിൻ എന്ന് പറയല് അത് ഹറാമ. എന്നാലും അല്ലെ തല്ലല് ഹറാമാന്നുള്ള ആയത്തിലും ഹദീസിലൊന്നും വന്നിട്ടില്ല. ഛേ എന്ന് പറയല് ഹറാമാണ്. അപ്പോ അതിനോട് നമ്മൾ എന്ത് ചെയ്തു? തല്ലല്ലാണ്ട് ഖിയാസാക്കി. കാരണം നമ്മൾ പറഞ്ഞു ഛേ എന്ന് പറഞ്ഞത് അതിൽ ഉള്ള ഈദാവ് കൊണ്ടാണ് അത് ഹറാമായത്. അപ്പൊ ഈദാവിന് അതിലും കൂടുതൽ ഈദാവിലുണ്ട്, തല്ലിണയിലുണ്ട്. അപ്പൊ തല്ലല് എന്താകണം? ഛേ എന്ന് പറയുന്നതിനേക്കാൾ ഹറാമാവാൻ ബന്ധപ്പെട്ടതാണ്. അത് പിന്നെ ഖിയാസുൽ ഔല. ഖിയാസുൽ മുസാവി എന്ന് പറഞ്ഞാൽ ഇപ്പോ എത്തിയും കുട്ടികളുടെ മുതൽ തിന്നാൻ പാടില്ല എന്ന് തിന്നല് ഹറാമ. അതിന്റെ കാരണം എന്താണ്? തിന്നാൽ ഓലെ മുതൽ നശിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്നാ ഓലെ മുതൽ കരിക്കലും ഹറാമാണ്. അപ്പൊ അവിടെ നമ്മളെ മഖീസ് അലൈഹി ഏതാണ്? തിന്നല. മഖീസ് കരിക്കല. രണ്ടിലും ഇഖ്തിലാഫ് ഒരുപോലെ. അപ്പൊ രണ്ടും ഹുക്മ് രണ്ടിനും ഒന്നൊന്നിനേക്കാൾ ഹുക്മിന് സാധ്യത കൂടുതലുണ്ട് എന്ന് പറയാൻ പറ്റൂല. അതാണ് മുസാവി. ഇത് രണ്ടും പെട്ടതാണ് ജലീ. പിന്നെ അതിന്റെ എതിരിലുള്ള ഖഫീ ഏതാണ്? അത് അദ്വനായ ഖിയാസ്. അതായത് മഖീസ് അലൈനേക്കാൾ ഹുക്മ് സുബൂത്താകാൻ അർഹത കുറവ്. ഇപ്പൊ ഉദാഹരണം നമ്മൾ എന്ത് ചെയ്തു? ഈ ബുർറ് രിബവിയാണ് എന്നുള്ള ഹദീസിൽ വന്നു. രിബവി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ജിൻസിന് പകരം വിൽക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണം? രണ്ടും തമ്മിൽ മുമാസലത്ത് വേണം. വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് സദസ്സിരിക്കുന്നതിന്റെ മുന്നേ അന്യോന്യം കൈമാറ്റം ചെയ്യണം. ഒന്നിലും അവധി നിശ്ചയിക്കാൻ പാടില്ല. ആ രൂപത്തിലെ വിക്കാവൂ. അങ്ങനത്തെ രിബവിയാണ് ബുർറ് എന്ന് ഹദീസ് കൊണ്ട് സുബൂത്തായി. അപ്പം നമ്മൾ അതിനോട് ഖിയാസാക്ക തുഫാഹിനെ നമ്മൾ പറഞ്ഞു. തുഫാഹും അങ്ങനെ തന്നെയാണ്, ആപ്പിളും അങ്ങനെ തന്നെയാണ്. കാരണം ആ ബുർറ് രിബവി അത് മത്ഊമായത് കൊണ്ടാണ് എന്നതുപോലെ മത്ഊം തന്നെയാണ് തുഫാഹ്. അപ്പൊ തുഫാഹും ഹറാമാവേണ്ടതാണ്. ഇവിടെ തുഫാഹ് ഹറാമാകാൻ അർഹത കുറവാ. എന്തുകൊണ്ട് വെച്ചാല് ഈ
ബുർറ ഹറാമാകാനുള്ളതായിരിക്കുന്ന കാരണം അത് ഭക്ഷ്യസാധനമാവലാണ് എങ്കിൽ ഇവിടെ സുബൂത്താവും. നേരെ മറിച്ച് അത് റിബവിയാകാനുള്ളതായിരിക്കുന്ന കാരണം അത് അളക്കുന്ന സാധനം, അളക്കാൻ പറ്റുന്ന സാധനം അവലാണെങ്കിൽ, അല്ലെങ്കിൽ അത് അളന്ന് സൂക്ഷിക്കാൻ പറ്റുന്നതായിരിക്കുന്ന സാധനം ആണെങ്കിൽ ആ അളക്കുക എന്നുള്ളതും, തുഫാഹ അളക്കാൻ പറ്റൂല, തുഫാഹ ഉണക്കി പുറത്തേക്കാൻ പറ്റൂല. അപ്പോ തുഫാഹിൽ എന്ത് ചെയ്യൂല, ഹുക്കുമ് സുബൂത്താവൂല. അപ്പോ തുഫാഹ് ഏതാണ്? മക്കൈസോടെ മക്കൈസരേനേക്കാൾ ഹുക്കുമിന് അർഹത കുറവാ. അതിനാണ് എന്ത് പറഞ്ഞത്, ഈ അതുവനായ ഖിയാസ് എന്ന് പറഞ്ഞത്. അപ്പോ ഈ ദാവൂദ് പറയാണ്, ദാവൂദ് ഇസ്ഫഹാനി റഹിമഹുല്ല പറയാണ്, ഖിയാസ് ജലിയാണെങ്കിലും ലക്ഷ്യം പിടിക്കുക, ജലിയാണെങ്കിൽ അതായത് മുസാബി ആണെങ്കിലും അവരാണെങ്കിലും ലക്ഷ്യം പിടിക്കുക, അതുവനാണെങ്കിൽ ലക്ഷ്യത്തിന് പറ്റൂല എന്ന്. ബിഖിലാഫിൽ ജലിയി അസ്സാദിഖി ബിഖിയാസിൽ ഔലാ വൽ മുസാവി കമാ യുഅലമു മിമ്മാ സയഅതി. ശേഷം ഈ കിതാബിന്റെ അവസാനത്തിൽ പറയുന്നതെന്ന് മനസ്സിലാവും. ഏത് എന്ന് പറഞ്ഞാൽ ജലി എന്ന് പറഞ്ഞതിൽ ഏത് രണ്ടും പെട്ടുകണെന്ന്, ഖിയാസുൽ ഔലി മുസാവിയും പെട്ടുകണെന്നുള്ളത് ശേഷം മനസ്സിലാവും. അപ്പൊ ജലിയെ പറ്റും, ജലിയല്ലാത്തത് പറ്റൂല എന്ന്. അപ്പോ ഇവിടെ ഇപ്പൊ മുസന്നിഫ് ദാവൂദിനെ തൊട്ട് നക്കല് ചെയ്തത്, ജമുൽ ജവാമിൽ നക്കല് ചെയ്തത് എന്താ? അവര് ജലീനെ സമ്മതിക്കുന്നുണ്ട്, അഥവാ ഔലനും മുസാബിനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വഖ്തസറ ഫീ ശറഹിൽ മുഖ്തസരി അലാ അന്നഹു ലാ യുൻകിറു ഖിയാസൽ ഔലാ. പക്ഷേ മുസന്നിഫ് തങ്ങൾ തന്നെ, മുസന്നിഫിന്റെ ഇബ്നുൽ ഹാജിബ് തങ്ങളുടെ മുഖ്തസറിന് അവർ എഴുതിയതായിരിക്കുന്ന ഷറഹില് പറഞ്ഞത് എന്താണ്? ഈ ദാവൂദ് ഖിയാസുൽ ഔലനെ നിഷേധിക്കണില്ല. അപ്പൊ ഇന്ന് വരുന്നത്, അപ്പോ മുസാവിനെ നിഷേധിക്കുന്നുണ്ട്, അതുവൻ നിഷേധിക്കുന്നുണ്ട് എന്നാണ്. എന്താണ് ഖിയാസുൽ ഔലാ? ഞാൻ മായക്കൂന് സുബൂത്തുൽ ഹുക്മി ഫീഹി ഫിൽ ഫർഇ ഔലാ മിൻഹു ഫിൽ അസ്ലി കമാ സയഅതി. ومنعه أبو حنيفة في الحدود والكفارات والرخص والتقديرات. അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞു, ഏത് ഈ ഹദ് എന്ന് പറഞ്ഞാൽ ഷറഇല് മുഹദ്ദദായ ഉഖൂബത്ത്. ഇപ്പോ ഈ ദിനന്റെ ഉഖൂബത്ത് ഷറഇന്റെ ഇതാണ്, നിശ്ചയിച്ചതാണ്. എറിഞ്ഞില്ല എന്ന്, അല്ലെങ്കിൽ 100 അടി അടിക്കുക. അതിപ്പോ ഒരു കാതിക്ക് അതിൽ ചുരുക്കാനും പറ്റൂല, അയറ്റാനും പറ്റൂല. നേരെ മറിച്ച് ഒരു ചങ്ങായി എന്ത് ചെയ്തു, ഒരു പെണ്ണിനെ കുബലത്താക്കി. എന്നാല് അവിടെ കാതിക്ക് എന്ത് ചെയ്യുക, തഅ്സീർ കൊടുക്കുക. അതായത് കാതി അഭിപ്രായപ്പെടുന്നതായിരിക്കുന്ന ഒരു ശിക്ഷ. ആ ശിക്ഷ എന്തായിരിക്കാം? അത് ചിലപ്പം ഓനൊരു അടിയടിക്കലായിരിക്കാം, ചിലപ്പോ ഓനെ ഒന്നിലധികം അടി അടിക്കലായിരിക്കാം, ചിലപ്പം മനുഷ്യന്റെ ഇടയിൽ ഓനെ വഷളാക്കലായിരിക്കാം. അതൊക്കെ തഅ്സീറ. ഹദ് പറഞ്ഞാൽ ഹുദൂദ്, നിർണായക ശിക്ഷ. കഫാറാത്ത്, അതുപോലെ കഫാറാത്ത്, ഓരോ കുറ്റങ്ങൾ ചെയ്താൽ അത് പരിഹരിക്കാനുള്ളതായിരിക്കുന്ന പ്രായശ്ചിത്തങ്ങൾ. അതുപോലെ റുഖ്സകള്, ഓരോരോ അളവുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ സലമ് എന്ന് പറഞ്ഞ ഒരു അളവാണ്. ശരിക്കും സലമ് ഹലാലാകാതൊക്കെ വേണ്ടിയത്, കാരണം ഇല്ലാത്തൊരു സാധനത്തിനെ വിൽക്കലാണല്ലോ. എന്ന് പറഞ്ഞ മാതിരി കല്ലോണ്ട് മനോഹരം ചെയ്യുക, അതിന്റെ അസുല് അത് എന്താകാതക്കലാണ്, മുജ്തി ആകാതക്കലാണ്. കാരണം അത് നജസിന്റെ ഐനിനെ നീക്കൂല, പക്ഷെ റുഖ്സയാണ്. പിന്നെ തഖദീറാത്ത്, ഏത് സുബഹിസ്കാരം 2 റക്അത്തായി, മറ്റത് മഗ്രിബാണെങ്കിൽ 3 റക്അത്താണ്, ദുഹ്റാണെങ്കിൽ 4 റക്അത്താണ്. ഇത്തരം വിഷയങ്ങളിൽ ഖിയാസ് പറ്റൂല. അപ്പോ ഈ വിഷയങ്ങളിൽ ഒന്നും ഖിയാസ് പറ്റൂല എന്നാണ് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്. അതിന് അവർ പറഞ്ഞ കാരണം എന്താ? ഖാലലി അന്നഹാ ലാ യുദ്റകുൽ മഅനാ ഫീഹാ. ഈ വിഷയങ്ങളിലൊന്നും കാരണം മനസ്സിലാകൂല. സുബഹി 2 റക്അത്താകാനും മഗ്രിബ് 3 റക്അത്താകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമോ? മനസ്സിലാകണില്ല. അത് തഅബ്ബുദിയായ അഹ്കാമ. അപ്പോ
അത് കാരണം മനസ്സിലാകാത്തത് കൊണ്ട് അതിലൊന്നും ഖിയാസ് നടക്കൂല. പക്ഷെ അവരെ വാദം എന്താണ്? കുല്ലിയായ വാദാണ്. സെൽബ് കുല്ലിയാണ് അവർ വാദിക്കണത്. എന്ത്? ഈ ഈ ഇനത്തിൽപ്പെട്ട ഒന്നിലും ഖിയാസ് നടക്കൂല. പക്ഷെ അതിന് നമ്മള് മന ചെയ്യും. നമ്മൾ പറയും നമ്മൾ സമ്മതിക്കൂല, എല്ലാത്തിലും നടക്കൂല എന്നുള്ളത് സമ്മതിക്കൂല. കാരണം എല്ലാത്തിലും ഇല്ലത്ത് അറിയപ്പെടൂല എന്നുള്ളത് നമ്മൾ സമ്മതിക്കൂല. എത്രയോ ഇത്തരം കാര്യങ്ങളിൽ ഇല്ലത്ത് അറിയപ്പെടുന്നതുണ്ടാവും. ഇപ്പൊ ഉദാഹരണം, കള്ളന്റെ കൈ മുറിക്കണേ. എന്തിനാണ് കള്ളന്റെ കൈ മുറിക്കണത്? അവൻ ആരാന്റെ മുതല് ആ മുതലാളി അറിയാതെ അതിന്റെ അതുപോലത്തത് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന സൂക്ഷിപ്പ സ്ഥലത്തുനിന്ന് എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഖബറ് മാന്തികാണ്ട് പമ്പട എടുക്കുന്നതായിരിക്കുന്ന ആള് ആരാന്റെ മുതല്, മയ്യത്തിന്റെ മുതലാണല്ലോ, ആരാന്റെ മുതല് അത് കാണാതിരിക്കുന്ന ആളാണ്. അപ്പോ ഓന്റെയും കയ്യെ മുറിക്കണം. അപ്പൊ ഇവിടെ ഈ ഹദ്ദില് നമുക്ക് അതിന്റെ ഇല്ലത്ത് അറിയുന്നതുകൊണ്ട് അവിടെ ഖിയാസ് നടക്കും. അപ്പൊ നമ്മള് എന്താണ് ഈ ജവാബിന്റെ ഉല്ലാസില് മൻഅ ലാനുസല്ലിമു അന്ന കുല്ല ഷൈഇൻ മിൻ ഹാദിഹിൽ അഖ്സാമി ലാ തുദ്റകു ഇല്ലതുഹു ലിമ ലാ യജൂസു അൻ തുദ്റകൽ ഇല്ല ഫീ ബഅദിഹാ. എന്തുകൊണ്ട് അതിൽപ്പെട്ട ചിലയിലൊക്കെ ഇല്ലത്ത് അറിയപ്പെടുന്നുണ്ടാവാം. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ അതിൽപ്പെട്ട ഒന്നിലും ഖിയാസ് നടക്കൂല എന്ന് പറയാം? وأجيب بأنه يدرك في بعضها فيجري فيه القياس وقياس النباش على السارق في وجوب القطع بجامع أخذ ما للغير من حفظ خفية، وقياس القاتل عمدا للقاتل خطأ في وجوب الكفارة بجامع القتل بغير حق. പിന്നെ വഖിയാസിൽ ഖാതിലി അംദൻ, പിന്നെ കഫാറത്തിൽ ഖിയാസ് നടക്കണ കഫാറത്തിന് ഉദാഹരണം, പിന്നെ ഒരാൾ എന്ത് ചെയ്തു? മനഃപൂർവ്വം ഒരാളെ കൊന്ന്. ഓനെ നമ്മൾ ആരോട് ഖിയാസാക്കും? മനഃപൂർവ്വം അല്ലാതെ കൊന്ന ആളോട് നമ്മൾ ഖിയാസാക്കും. മനഃപൂർവ്വം അല്ലാതെ ഖഫ ആയിട്ട് ഒരാളെ കൊന്നാൽ കഫാറത്ത് കൊടുക്കൽ നിർബന്ധാണ് എന്ന് ആയത്തിലുണ്ട്. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിന. അപ്പോ ഖത ആയിട്ട് ഒരു മുഅ്മിനെ ഒരാൾ കൊന്നാല്, ഖത ആയിട്ട് എന്ന് പറഞ്ഞാല് എന്താണ്? ഒന്നുകിൽ ഓന് കൊല്ലണം എന്ന് ഉദ്ദേശമില്ല, ഓൻ എന്ത് ചെയ്താണ്? ഓന്റെ മേത്തേക്ക് വീണാണ്ട് മറ്റോ മരിച്ചതാന്നൊക്കെ. അല്ലെങ്കിൽ ഒരു പിന്നെ ഓന്റെ കാറ് നിയന്ത്രണം വിട്ടുകാണ്ട് ഒരാളെ കൊന്നു. അല്ലെങ്കിൽ ഓനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ ഈ ആളെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു മാനിനെ കണ്ട് അപ്പൊ എന്ത് ചെയ്തു? അങ്ങോട്ട് അമ്പ ചെയ്തു, അതൊരാൾക്ക് കൊണ്ടു. അതൊക്കെ ഖതഅാണ്. ഫിഇലിനെ കരുതാതെക്കുക അല്ലെങ്കിൽ ഷഖ്സിനെ കരുതാതെക്കുക, അത് ഖതഅ. പിന്നെ ഫിഇലിനെയും കരുതുക ഷഖ്സിനെയും കരുതുക. അപ്പൊ സാധാരണ കൊല്ലണ പിന്നെ കത്തിയോണ്ടോ വാളുകൊണ്ടോ ഒക്കെ ആണെങ്കിൽ അത് അംദ. സാധാരണ കൊല്ലാത്തത് കൊണ്ടാണെങ്കിൽ ആയുധം സാധാരണ കൊല്ലാത്ത ആയുധമാണ് നിൽക്കുക. അപ്പോ ഒരു വലിയ വടിയോണ്ട് അടിച്ച് അതില് മറ്റേ ആള് മരിച്ചു, ഷിബ് അംദ. അപ്പോ ഖത ആയിട്ട് കൊന്നാൽ കഫാറത്ത് ഉണ്ട് എന്നുള്ളത് ആയത്ത് കൊണ്ട് സുബൂത്തായ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഹംദായിട്ട് കൊന്നാലും ഷിബ് ഹംദായിട്ട് കൊന്നാലും കഫാറത്ത് ഉണ്ട് എന്ന് അതിനോട് ഖിയാസാക്കുക. അതിപ്പോ കഫാറത്തിലുള്ള ഖിയാസ, അത് സഹിയായ ഖിയാസാണല്ലോ. وقياس غير الأهجر عليه في جواز الاستنجاء به الذي هو رخصة بجامع الجامد الطاهر القالع. എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് മനോഹാരം ചെയ്യുക എന്നുള്ളത് അതെന്താണ്? ഒരു റുഖ്സ. അത് ഹദീസ് കൊണ്ട് സുബൂത്തായതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലുകൊണ്ട് മനോഹാരം ചെയ്തു. അതുപോലെ കല്ലുകൊണ്ട് മനോഹാരം ചെയ്യുമ്പോൾ എന്ത് വേണം? 3 കല്ല് കൊണ്ടുവരണം, ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനൊക്കെ സുബൂത്തായതാണ്. എന്നിട്ട് നമ്മൾ അതിനോട് ഖിയാസാക്കുക. എന്ത്? ടിഷ്യൂ പേപ്പറിന്റെ ഉദാഹരണം. അല്ലെങ്കിൽ അതുപോലെ ഒരു ദ്രാവകമല്ലാത്ത
നജസും മുത്തനജിസും അല്ലാത്ത നജസിനെ വലിച്ചെടുക്കുന്നതായിരിക്കുന്ന എല്ലാറ്റിനെയും എന്നോട് കിയാസാക്കി, കല്ലിനോട് കിയാസാക്കി. അതൊക്കെ മനോഹരത്തിന് പറ്റും. കാരണം കല്ല് പറ്റിയത് എന്തിനു വേണ്ടിയാണ്? ഈ ഗുണവിശേഷങ്ങളൊക്കെ കല്ലിലുണ്ടായതിനു വേണ്ടിയാണ്. കല്ല് ജാമിത, കല്ലങ്ങാറും മായാണെങ്കിൽ അത് ഇസ്തിൻജാവിന് പറ്റൂല. കാരണം ദ്രാവകങ്ങളെ കൂട്ടത്തിൽ വെള്ളമില്ലാത്ത ഒന്നുകൊണ്ടും ഇസ്തിൻജാവ് പറ്റൂല. പിന്നെ മുത്തനജിസ് കൊണ്ടും നജസ് കൊണ്ടും പറ്റൂല. പിന്നെ കല്ല് നജസിനെ വലിച്ചെടുക്കുന്നതാ. അപ്പൊ ഇതാണ് ഇല്ലത്ത്. ഈ ഇല്ലത്ത് ഉള്ള ഏതിനും നമ്മൾ എന്ത് ചെയ്യും? കല്ലിനോട് കിയാസാക്കും. അപ്പോ റൊഹ്സയിലുള്ള കിയാസ. കാരണം കല്ലുകൊണ്ട് മനോഹരം ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു റൊഹ്സ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് പിന്നെ നജസിനെ വൃത്തിയാക്കാൻ വെള്ളം വേണം, മുത്തലക്കായ വെള്ളം വേണം. പക്ഷേ മലമൂത്ര വിസർജന ദ്വാരത്തിൽ കൂടെ വന്നതായിരിക്കുന്ന നജസാവുമ്പോ അതിനെന്ത് മതി? കല്ല് മതി. കാരണം ഈ പിന്നെ കുബലുകൂടിയും ദുബറുകൂടി ഇങ്ങനെ നജസ് വരിക എന്ന് പറഞ്ഞത് അത് സാധാരണ ധാരാളം ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. നമ്മള് ചോര പരിശോധിക്കാൻ വേണ്ടി ചോര എടുത്തപ്പം വന്ന ചോരന്റെ മാതിരിയല്ല. അപ്പൊ അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു ഇതായത് കൊണ്ട് അതിലൊരളവ് തന്നതാ. ആ അളവ് കല്ലിലാ വന്നിക്കണ്. ആ കല്ലിൽ അളവ് വരാനുള്ളതായിരിക്കുന്ന കാരണം ഈ ഗുണവിശേഷങ്ങളാണ്. ഈ ഗുണവിശേഷങ്ങൾ മറ്റേത് കാണുമ്പോൾ നമ്മള് എന്താണ്? അതും പറ്റും, ഇഷ്ടികയും പറ്റും, മണ്ണും കട്ടിയും പറ്റും, അതുപോലത്തതും പറ്റും. അപ്പൊ അത് റൊക്സല്ലേ, റൊക്സയിലുള്ള കിയാസല്ലേ. അപ്പോ ഇത്തരം വിഷയങ്ങളിൽ ഇല്ലത്ത് അറിയപ്പെടുകയാണെങ്കിൽ കിയാസാക്കാൻ പറ്റും. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ തീരെ കിയാസാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ശരിയല്ല. ഇനി ഇവിടെ വെക്കുക, ഒരുപാട് സമയമായി. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.